ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു കരിമീൻ കറിയാണ്. ഇതുപോലൊരു മീൻകറി തയ്യാറാക്കുവാണെങ്കിൽ ഉണ്ടാക്കുന്ന കറിച്ചട്ടി വരെ നിങ്ങൾ വടിച്ചു നക്കും ഉറപ്പാണ്. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പവുമാണ്. ആദ്യമായിട്ട് മീൻകറി തയ്യാറാക്കുന്ന എൻ്റെ കൂട്ടുകാർക്ക് വരെ ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ നമ്മുടെ മീൻകറി തയ്യാറാക്കി എടുക്കുന്നത് ഞാനിവിടെ കരിമീൻ വെച്ചിട്ടാണ്. ഇതുപോലൊരു കരിമീൻ കറി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. കരിമീൻ കറി തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഒരു നുള്ളു ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 15 കൊച്ചുള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തതും 3 പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയെയാണ് ആദ്യം ചേർക്കേണ്ടത്. ഇഞ്ചി ചേർത്ത് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൊച്ചുള്ളി കൂടെ ചേർക്കണം. ഞാൻ ഈ കറിയിലേക്ക് വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ സമയത്ത് നമ്മൾ ഇതുപോലെയാണ് മുളക് പൊടിയെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി വഴറ്റുന്ന ഉള്ളി നല്ല മെറൂൺ കളറിലേക്കൊന്ന് ആയി വരണം. ഇതേ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഒരു പാകമായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കണം. ഇങ്ങനെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലവണ്ണം മുരിച്ചെടുക്കണം. നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തേങ്ങാപ്പാലിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. മുളക് പൊടിയെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി മുരിച്ചെടുക്കണം. അതുവരെയും നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. അരപ്പിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുവാണ്. വഴറ്റുന്ന അരപ്പിലെ വെള്ളമെല്ലാം വറ്റി നല്ല ഉരുണ്ട് വരുന്ന പാകത്തിലേക്ക് ആയിക്കഴിഞ്ഞാലാണ് നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ അരപ്പ് ഇതേ ഒരു പാകത്തിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല പോലെ തന്നെ കുറുകിയ പാകത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതേ ഒരു പാകമാകുമ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കേണ്ടത്. അരപ്പ് നല്ലതുപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയുടെ ഭാഗങ്ങളിൽ നിന്നും നല്ലതുപോലെ വിട്ടുവരും. അതാണ് കേട്ടോ നമ്മുടെ മീൻ കറിയുടെ കറക്റ്റ് ആയിട്ടുള്ള പാകവും. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരമുറി നാളികേരത്തിൽ നിന്നും 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1-ാം പാലും 2-ാം പാലും ഒന്നും തന്നെ മാറ്റാതെയാണ് ഈ ഒരു തേങ്ങാപ്പാലിനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തിളയ്ക്കുന്നത് വരെയും കയ്യിലെടുക്കാതെ നല്ലവണ്ണം തന്നെ ഇളക്കി തിളപ്പിച്ചെടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കറി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. തിളയ്ക്കുന്നത് വരെയും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ പാൽ പിരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മീൻകറിയുടെ ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയാണ് ചേർക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള 700 ഗ്രാം മീന് ഇതുപോലുള്ള 3 കഷ്ണം കുടപ്പുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ മാങ്ങയാണ് ചേർക്കാൻ താല്പര്യമെങ്കിൽ മാങ്ങ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി കറിയിലേക്ക് കുടംപുളിയെ ചേർക്കുവാണ്. അതിനുശേഷം നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പരുവത്തിലേക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാലോ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീനെ നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കരിമീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർക്കുമ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല വറ്റി കുറുകിയ പാകമായി കഴിയുമ്പോഴാണ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ കരിമീന് പെട്ടെന്ന് തന്നെ വെന്ത് കുഴഞ്ഞു പോവാനൊക്കെ സാധ്യതയുണ്ട്. കരിമീന് അധികം ഒന്നും വേവില്ലാത്തതുമാണ്. മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ തവി വെച്ചിട്ട് ഒന്ന് താത്തിയും കൂടെ കൊടുക്കണം. അടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കഷ്ണങ്ങളെ താത്തി കൊടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് നേരം ഒന്ന് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീൻ കറി വെട്ടി തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് തവിയിട്ട് ഇളക്കരുത്. ഇതുപോലൊരു തുണി വെച്ചിട്ട് ചട്ടിയെ ഒന്ന് പിടിച്ച് കുലുക്കിയതിന് ശേഷമായിരിക്കണം മൂടി വെച്ച് വേവിച്ചെടുക്കേണ്ടത്. തുണി ചേർത്ത് പിടിച്ചൊന്ന് ചുറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂടി അടച്ച് വേണം ഇതിനെ ഒന്ന് വേവിക്കാനായിട്ടും. 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് കറിയെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറന്നിട്ട് കറിയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മൺചട്ടിയെ ഒന്നുകൂടി പിടിച്ചു കുലുക്കി കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട്
കറിയുടെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിയെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കണം. 10 മിനിറ്റിന് ശേഷം മീൻകറിയുടെ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കരിമീൻ കറി ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കറിയുടെ ചാറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ ഒരു കറി എത്രമാത്രം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഈ ഒരു വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് ഈ ഒരു കറിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവിനെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ ചേച്ചിയുടെ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. നിങ്ങൾ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.